അപ്പോൾ ഫ്രണ്ട്സ് 2020-21 ഫിനാൻഷ്യൽ ഇയർ മുതൽ ഇൻകം ടാക്സ് ഇ ഫയലിംഗ് ഒരു പുതിയ വെബ്സൈറ്റിലേക്ക് മാറിയത് അറിഞ്ഞു കാണുമല്ലോ. യെസ്, www.incometax.gov.in എന്ന പുതിയ വെബ് പോർട്ടലാണ് നിങ്ങൾ ഇൻകം ടാക്സ് ഫയലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. സ്പീഡും അതുപോലെ ചാറ്റ് ബോട്ട് അസിസ്റ്റൻസും എന്നീ ഒരുപാട് ഫീച്ചേഴ്സുമായാണ് ഈ ഫയലിംഗ് 2.0 എന്ന പോർട്ടൽ വന്നിരിക്കുന്നത്. സോ ഈ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരൊറ്റ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫയലിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ആ മൊമെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. 2020-21 ഫിനാൻഷ്യൽ ഇയറിൻ്റെ, അതായത് 2021-22 അസസ്മെൻറ്റ് ഇയറിൻ്റെ ഈ ഫയലിംഗ് ചെയ്യാനുള്ള അവസാന തീയതി താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ തംബ്നെയിലും കാണിച്ചിട്ടുണ്ട്. സോ അതിനു മുമ്പായി തന്നെ നിങ്ങളുടെ ഈ ഫയലിംഗ് അതുപോലെ അതിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഫ്രണ്ട്സ്, ആദ്യമായി അറിയേണ്ടത് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ നിർബന്ധിതരാണോ അല്ലയോ എന്നാണ്. യെസ്, നിങ്ങളുടെ ടോട്ടൽ ഗ്രോസ് ഇൻകം, ഡിഡക്ഷന് മുമ്പുള്ള ടോട്ടൽ ഗ്രോസ് ഇൻകം ഏത് സോഴ്സിൽ നിന്നും ആയിക്കോട്ടെ, ആ ടോട്ടൽ ഗ്രോസ് ഇൻകം 2.5 lakhsന് മുകളിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ഗെറ്റിംഗ് ദ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ്. പുതിയ പോർട്ടൽ ലഭിക്കുവാൻ വേണ്ടി ആദ്യം തന്നെ ഗൂഗിളിൽ പോയി ഇൻകം ടാക്സ് 2.0 ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് www.incometax.gov.in എന്നൊരു ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ www.incometax.gov.in എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇ ഫയലിംഗ് 2.0യുടെ ഹോം പേജ് ഇൻ്റർഫേസ് കാണാൻ പറ്റാവുന്നതാണ്. ഇ ഫയലിംഗ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. യൂസർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മുകളിൽ റൈറ്റ് കോർണറിൽ രജിസ്റ്റർ എന്നൊരു ബ്ലൂ ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. സോ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാനും മറ്റു ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഒരു യൂസർ ഉള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുവാൻ വേണ്ടി യൂസർ ID, പാൻ നമ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാനുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ആധാർ നമ്പറും ഉപയോഗിക്കാം. പുതിയ പോർട്ടലിൽ ക്യാപ്ച കൊടുക്കുന്നതിനു പകരം ഒരു സെക്യൂർ മെസ്സേജ്, നിങ്ങളുടെ പ്രൊഫൈലിൽ പറഞ്ഞിരിക്കുന്ന ഒരു സെക്യൂർ മെസ്സേജ് ആണ് കൊടുക്കേണ്ടത്. സോ അതുകൊണ്ട് പ്ലീസ് കൺഫേം സെക്യൂർ മെസ്സേജ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സെക്യൂർ മെസ്സേജ് ഉണ്ടാവില്ല. സോ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സെക്യൂർ മെസ്സേജ് നിങ്ങൾക്ക് പിന്നീട് പ്രൊഫൈലിൽ പോയി വേണമെങ്കിൽ സെറ്റ് ചെയ്താൽ മതി. തുടർന്ന് പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് പാസ്വേഡ് റീകവർ ചെയ്തെടുക്കാവുന്നതാണ്. ലോഗിൻ സക്സസ് ആയാൽ നിങ്ങളുടെ മെയിൻ ഡാഷ്ബോർഡ് കാണുന്നതാണ്. അതുപോലെ നിങ്ങളുടെ യൂസർ പ്രൊഫൈൽ കാണാൻ വേണ്ടി മുകളിലെ റൈറ്റ് കോർണറിലുള്ള യൂസർ വ്യൂ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് യൂസർ പ്രൊഫൈൽ വ്യൂ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ പാൻ നമ്പർ, ഫോൺ നമ്പർ, ഇമെയിൽ ID, ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നീ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇല്ല എങ്കിൽ അപ്ഡേറ്റ് ലിങ്ക് വഴി നിങ്ങൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങളുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിലത്തെ ലിങ്കിൽ ഫയൽ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ടാക്സ് ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ഈ കാണുന്ന ടാക്സ് ഡെപ്പോസിറ്റ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അതുപോലെ റീസെൻ്റായി ഫയൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഫ്രണ്ട്സ്, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലത്തെ ഫയൽ നൗ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം തന്നെ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുക, കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ. നെക്സ്റ്റ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഓൺലൈൻ മോഡാണോ ഓഫ്ലൈൻ മോഡാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഓൺലൈൻ മോഡ് എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു.
ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കാണാൻ വേണ്ടി പറ്റും. അത് വേണമെങ്കിൽ റെസ്യൂം ഫയലിംഗ് എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാം. ഫ്രഷ് ആയിട്ട് ചെയ്യുന്നവർക്ക് അവിടെ ബ്ലാങ്ക് ആയിരിക്കും ഉണ്ടാവുക. സോ ഫ്രഷ് ആയി ചെയ്യുന്നവർ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ITR ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരു കാര്യം വിട്ടുപോയി, അതായത് നിങ്ങൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതി വയ്ക്കുക. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തെ സാലറി സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഫോം 26AS അത് നമുക്ക് ഇൻകം ടാക്സ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഫോം 16 അത് നിങ്ങളുടെ എംപ്ലോയർ തരേണ്ട ഡോക്യുമെൻ്റ് ആണ്. അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, FDO അല്ലെങ്കിൽ മറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഫോം 16 ഇല്ല എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ഈ കാണുന്ന പോലുള്ള ഒരു ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർഷത്തെ ഒരു ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓൾറെഡി അത് നിങ്ങളുടെ എംപ്ലോയറിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട്, ഇവിടെ ഞാൻ ഈസി ടാക്സ് ആണ് എടുത്തിരിക്കുന്നത്, അൽ റഹ്മാൻ്റെ IT സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ടൂൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാ സോഴ്സ് ഓഫ് ഇൻകംസും കാണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ചെയ്യാൻ ഈസിയാണ്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽ ഈ സോഫ്റ്റ്വെയർ എൻ്റെതിന് ശേഷം സാലറി ഇൻഫർമേഷൻസ് ഫസ്റ്റ് സെക്ഷനകത്ത് കൊടുക്കുക. ദെൻ സെക്കൻഡ് സെക്ഷനകത്ത് ബോണസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടി വഴിയുള്ള ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ സേവിംഗ് ബാങ്ക് ഇൻട്രസ്റ്റ് 10,000-ത്തിന് താഴെയാണെങ്കിൽ കാണിക്കേണ്ട കാര്യമില്ല. അതുപോലെ FD ഇൻട്രസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് മറ്റ് സോഴ്സ് ഓഫ് ഇൻകം, എക്സാം റെമ്യൂണേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കാണിക്കുക. ദെൻ നെക്സ്റ്റ് പേജിൽ ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. മെയിനായിട്ട് വരുന്ന ഡിഡക്ഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക. പ്രൊഫഷണൽ ടാക്സ്, അതുപോലെ സെപ്പറേറ്റ് LIC പോളിസീസ്, ദെൻ ട്യൂഷൻ ഫീ ഡിഡക്ഷൻസ്, ദെൻ GPS എമൗണ്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് സാലറി റിലീഫ് ഉണ്ടെങ്കിൽ ആ സാലറി റിലീഫ് എമൗണ്ട് കൂടി വേണമെങ്കിൽ കൊടുക്കാം. ആക്ച്വലി സാലറി റിലീഫ് നിങ്ങൾക്ക് നെക്സ്റ്റ് വർഷം ഫയൽ ചെയ്യുമ്പോഴേ ആവശ്യം വരത്തുള്ളൂ. ഉള്ളവർ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. നിങ്ങളുടെ സാലറിക്കകത്തുനിന്ന് പിടിച്ച TDS എമൗണ്ട്സ് ഒരു വർഷം അല്ലെങ്കിൽ 11 മാസം കൊണ്ട് പിടിച്ച TDS എമൗണ്ടും കാണിക്കുക. ദെൻ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടാക്സ് സ്ലാബ് ഓൾഡ് റെസ്യൂമിലാണ് വരുന്നതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൾഡ് റെസ്യൂമിൽ എടുക്കുക. ദെൻ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അഥവാ ന്യൂ റെസ്യൂമിലാണ് വരുന്നുണ്ടെങ്കിൽ ന്യൂ റെസ്യൂം സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ ഓൾഡ് റെസ്യൂം സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്തത്. ബിക്കോസ് ഓൾഡ് റെസ്യൂം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു കേസിൽ ബെറ്റർ എന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഓൾഡ് റെസ്യൂം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ്, അതുപോലെ ഫോം 26AS ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് പേജിൽ നിങ്ങൾ ഏത് ITR ആണ് സെലക്ട് ചെയ്യുക. ITR 1 ആണ് സാലറി പേഴ്സൺസ്, അപ് ടു 50 lakh വരെയുള്ള സാലറി പേഴ്സൺസ് ITR 1 സെലക്ട് ചെയ്യുക. ITR 4 ആണെങ്കിൽ പ്രോഫിറ്റ്സ് ഉള്ളവർക്കാണ്. ദെൻ ITR 2 ആണെങ്കിൽ ഈ രണ്ട് കാറ്റഗറിയിലും പെടാത്ത ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ITR 2. ഹിയർ ഐ ആം പ്രൊസീഡിങ് വിത്ത് ITR 1. സോ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണാൻ വേണ്ടി പറ്റും. അതായത് ITR ഫയൽ ചെയ്യുമ്പോൾ ആദ്യമായി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ എൻട്രീസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. സോ അത് വാലിഡേറ്റ് ഒക്കെ ചെയ്യാനൊക്കെയാണ് വേണ്ടത്. സോ ഇത്രയും സ്റ്റെപ്സ് ഫർദർ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് 1 by 1 ആയിട്ട് വരുന്നതാണ്. സോ നെക്സ്റ്റ് കൊടുത്തു. ദെൻ എന്ത് റീസണിൻ്റെ ബേസിലാണ് നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ടാക്സബിൾ ഇൻകം മോർ ദാൻ
ലിമിറ്റ് ആയതുകൊണ്ടാണ് ടാക്സുകൾ ഫയൽ ചെയ്യുന്നതാണ് റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റു റീസൺസും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. സാലറി ഡീറ്റെയിൽസ് വാലിഡേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്പർ ഓഫ് സബ് സ്റ്റെപ്സ് ഉണ്ട്. ദറ്റ് ഈസ് ഫസ്റ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ വാലിഡേറ്റ് ചെയ്യണം, ദെൻ ടോട്ടൽ ഇൻകം, ദെൻ ഡിഡക്ഷൻ, ദെൻ ടാക്സസ് പെയ്ഡ്, ദെൻ ടാക്സിൽ വരുന്ന ലയബിലിറ്റി. ഓരോന്നും 1 by 1 ആയിട്ട് പറയാം. ഓക്കെ, ഈ 5 കാര്യങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യാണ് വേണ്ടത്. ദാറ്റ് മീൻസ് വാലിഡേഷൻസ്. ഈ 5 കാര്യങ്ങളുടെ വാലിഡേഷൻസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, മെയിനായിട്ട് ഇവിടെ കൊടുക്കേണ്ടത് നാച്ചർ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഹിയർ ഐ എം സബ്മിറ്റിംഗ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ദെൻ ഫയലിംഗ് സെക്ഷൻസ് ഡീഫോൾട്ട് അല്ല 139(1) എന്ന സെക്ഷനാണ് ഒരു ഫ്രഷ് ഫയലിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ലേറ്റ് ഫയലിംഗ്, റിവൈസ്ഡ് ഫയലിംഗ്, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇവിടെ 139(1) എന്ന സെക്ഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ ചോദിക്കുന്ന ഓപ്ഷൻസ് ന്യൂ റെജിമിലാണോ നിങ്ങൾ ഫയൽ ചെയ്യുന്നത്, ഓൾഡ് റെജിമിലാണോ എന്നാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ 115 BSc റൂളാണ്. സോ ഇവിടെ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾഡ് റെജിം എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഇവിടെ ചോദിക്കുക നിങ്ങളുടെ റീഫണ്ടിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. മോർ ദാൻ 1 ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം, പുതുതായിട്ട് വേണമെങ്കിൽ ആഡും ചെയ്യാം. നെക്സ്റ്റ് ഇതൊക്കെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കൺഫേം ചെയ്യുക. കറക്റ്റാണ് എന്ന് കൺഫേം ചെയ്യുക. സോ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വാലിഡേഷൻ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് അവിടെ കൺഫേംഡ് എന്നുള്ളൊരു ഗ്രീൻ ടിക്ക് വന്നതായി കാണാം. നെക്സ്റ്റ് നിങ്ങൾ വാലിഡേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ടോട്ടൽ ഇൻകം വാലിഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ടോട്ടൽ ഇൻകം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ കുറച്ച് എക്സംഷൻസ് ചോദിക്കുന്നുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ. ട്രാവൽ കോസ്റ്റിന് എക്സംഷൻ ആണോ, ഒരു റൂൾ അനുസരിച്ചിട്ട് കോമ്പൻസേറ്ററി എലമെൻറ്റ്സ് എക്സംഷൻ ആണോ. ഇവിടെ എല്ലാം ഞാൻ നോ ആയതുകൊണ്ട് നോ എന്ന് കൊടുക്കുകയാണ്. ഹൗസ് റെൻ്റ് എലവൻസ് അത് ക്ലെയിം, അതിൻ്റെ എക്സംഷൻ ഉണ്ടോ, എല്ലാം നോ എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഡെത്ത് കം റിട്ടയർമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ എല്ലാം കേസും ഞാൻ നോ എന്ന് കൊടുക്കുകയാണ്. നിങ്ങളുടെ കേസിൽ ഏതെങ്കിലും യെസ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഇനിയാണ് നെക്സ്റ്റ് നിങ്ങളുടെ ആക്ച്വൽ ഗ്രോസ് സാലറി ജനറേഷൻ്റെ ഏരിയ വരുന്നത്. മിക്കവരുടെയും കേസിൽ ഡീഫോൾട്ടായിട്ട് പ്രീ ഫിൽ ചെയ്ത് വരുന്നതാണ്. അഥവാ പ്രീ ഫിൽ ചെയ്ത് വന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സാലറി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ അതിനുവേണ്ടി ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്തു. അവിടെ നിന്ന് സാലറി ഗ്രോസ് സാലറി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതുപോലെ വാല്യൂ ഓഫ് റിക്വസൈറ്റ്, അതുപോലെ പ്രോഫിറ്റ് ഓഫ് സാലറി, ആ രണ്ട് സെക്ഷനും ബ്ലാങ്ക് ആയത് കാരണം ഒന്നും എൻ്റർ ചെയ്ത് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ഡിഡക്ഷൻ ചോദിക്കുകയാണ്. സോ പ്രൊഫഷണൽ ടാക്സും അതുപോലെ ബേസിക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും 50,000 രണ്ടും കൂടി 52,500 രൂപ. അതായത് രണ്ടും കൂടി ഗ്രോസ് സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് നെറ്റ് സാലറീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഗ്രോസ് സാലറി മൈനസ് ഡിഡക്ഷൻ എമൗണ്ട്. നെക്സ്റ്റ് നിങ്ങൾ അതർ സോഴ്സ് ഓഫ് ഇൻകം എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള സെക്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. ഫസ്റ്റ് ചോദിക്കുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. റെൻറ്റിന് കൊടുത്തിരിക്കുന്ന ആ രീതിയിലാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഒന്നുമില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. തൊട്ട് താഴെ ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതായത് ബാങ്ക് അക്കൗണ്ട്സ്, പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട്സ്, എക്സാം റെമ്യൂണറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ഞാൻ ഒരു ഡമ്മി വാല്യൂ ആയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ സേവിങ് ബാങ്ക് എമൗണ്ട് 1000 rupees കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി 1000 rupees ആണ് കാണിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് മോർ ദാൻ 10,000 ആണ് സേവിങ് ബാങ്കിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. ഈ 1000 rupees ഫൈനലി അത് ഡിഡക്ട് ചെയ്ത് പോകുന്നതാണ്. ആസ് എ ഡമ്മി വാല്യൂ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്
1,16,000 എന്നൊരു എമൗണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഫാമിലി പെൻഷൻ എമൗണ്ട്സ് ഉണ്ടെങ്കിൽ യെസ് നോ കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. അതുപോലെ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ടാക്സ് റീഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ്, എമൗണ്ട് അല്ല, ആ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ്. റീഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ ആ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ്. അതുപോലെ എനി അതർ. യെസ്, ഇവിടെ ഒരു എക്സാം റെമ്യൂണറേഷൻ്റെ ഒരു എമൗണ്ട് കൂടിയുണ്ട്, 12,816 എന്നൊരു എമൗണ്ട്. സോ അവിടെ ആ ഒരു എമൗണ്ട് കൂടി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ആ ഒരു എമൗണ്ട് കൂടി ടോട്ടൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു. അതുപോലെ ഡു യു ഹാവ് ഡിവിഡൻഡ് ഇൻകം, അത് ഞാൻ നോ കൊടുക്കുകയാണ്. സോ നിങ്ങളുടെ സെക്കൻഡ് സെക്ഷൻ ഗ്രോസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സെക്ഷൻസ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം അതർ ടോട്ടൽ ഇൻകം ആണ്, ദറ്റ് ഈസ് 1,29,816. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം, സാലറിയിൽ നിന്നുള്ള ഇൻകവും ദെൻ അതർ സോഴ്സ് ഓഫ് ഇൻകവും രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്, ദാറ്റ് ഈസ് 6,77,012 rupees. എന്തെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ, നേരത്തെ ഫസ്റ്റ് ചോദിച്ച പോലെ എന്തെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കേസിൽ നോ എന്ന് ഞാൻ കൊടുക്കും. സോ ഇവിടെ ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകവും കൺഫേം ആയി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ബേസിക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ലാതെ ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്, ഇൻഷുറൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സോ അതാണ് നെക്സ്റ്റ് ഏരിയ, ഡിഡക്ഷൻ ഏരിയ. എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ എമൗണ്ട്. അതുപോലെ സയൻറ്റിഫിക് റിസർച്ച് പർപ്പസ് ഡൊണേഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട്. അത് ക്ലെയിം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80GG. നിങ്ങൾ ഉണ്ടാക്കി വെച്ച സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുക, സെക്ഷൻ 80GG വരുന്ന ഏതെങ്കിലും എക്സംഷൻ ഡിഡക്ഷൻ ഉണ്ടോ. എൻ്റെ കേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോ കൊടുക്കുകയാണ്. അതുപോലെ മെയിനായിട്ട് വരുന്ന ഡിഡക്ഷൻസ് 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ്, ഇൻഷുറൻസ്, GPS അതുപോലുള്ള കാര്യങ്ങളാണ്. PF, ഇത്രയും കാര്യങ്ങൾ, SLI. സോ അതൊക്കെ വരുന്നത് 80C ഡിഡക്ഷനിൽ വരുന്നതാണ്. സോ 80C ഡിഡക്ഷൻ ഒന്ന് നോക്കുക, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് LIC, PF, SLI, GAS, GPS ഇത്രയും കാര്യങ്ങൾ. അതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ ഫീസ്, ട്യൂഷൻ ഫീസ്, ക്യാപിറ്റേഷൻ ഫീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ട്യൂഷൻ ഫീസ്, ഓരോ വർഷത്തിൽ കൊടുക്കുന്ന ട്യൂഷൻ ഫീസ്, ഇത്തരം കാര്യങ്ങൾ എക്സെപ്റ്റ് ചെയ്ത് കിട്ടും, ഡിഡക്റ്റ് ചെയ്ത് കിട്ടും. സോ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 1,27,139 rupees. അതുപോലെ 80CCD പ്രകാരമുള്ള ഡിഡക്ഷൻ ഉണ്ടോ, ന്യൂ പെൻഷൻ സ്കീമാണ്, അതിൽ വരുന്ന അതിൻ്റെ എമൗണ്ട് ഇവിടെ എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ കാണിക്കുക. അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കാണിക്കുക. ലോൺ അടച്ചതിൻ്റെ ഇൻട്രസ്റ്റ് അതുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്തിട്ട് കാണിക്കുക. ഈ ഒരു കേസിൽ നോ എന്ന് കൊടുക്കുകയാണ്. ഈ പറഞ്ഞ അല്ലാതെ കുറച്ചുകൂടി ഡിഡക്ഷൻസ് നിങ്ങൾക്ക് സെക്ഷൻ വൈസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ ആയതിന് നേരെയുള്ള ഓപ്ഷനിൽ ടിക്ക് ഇട്ടിട്ട് അതിന് നേരെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു 80TTA റൂൾ പ്രകാരം സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും 1,000 rupees ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് കാണിക്കുകയാണ്. ആക്ച്വലി 10,000 മുകളിലാണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി, ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. സോ ടോട്ടൽ ഡിഡക്ഷൻ എൻട്രി എൻ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്ന ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്യുക. അവിടെ ഡിഡക്ഷൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ നോക്കുക, എന്നിട്ട് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് സെക്ഷൻ, ദറ്റ് ഈസ് ഫോർത്ത് വൺ, അതായത് ലാസ്റ്റ് ഇയറിലെ ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ്. അതായത് സോഴ്സ് ഓഫ് ഇൻകം, സാലറി ഇൻകത്തിൽ നിന്നും അതർ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്നും എത്രത്തോളം സാലറി ഡിഡക്റ്റ് ചെയ്തു എന്നീ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്.
സോ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫോം 26AS കിട്ടും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫോം 26AS ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ 26ASലെ മിസ്റ്റേക്ക് കൊണ്ട് TDS ഫ്രം സാലറിയും TDS ഫ്രം ഇൻകം ഫ്രം അതർ ദാൻ സാലറിയും രണ്ടും 0 ആയി കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ TDS ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 11 മാസം കൊണ്ട് പിടിച്ച 22,000 എന്ന TDS എമൗണ്ട് ഇവിടെ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് TDS ഫ്രം സാലറി ഇൻകം എന്ന ഈ ഒരു സെക്ഷൻ 22,000 എന്ന ഒരു എമൗണ്ടായി അപ്ഡേറ്റ് ചെയ്തത് കാണപ്പെടും. നെക്സ്റ്റ് TDS ഫ്രം ഇൻകം അതർ ദാൻ സാലറി, അതും നിങ്ങൾക്ക് 0 ആയിട്ട് കാണും. ആക്ച്വലി അവിടെയും ഒരു TDS എമൗണ്ട് പിടിച്ചിട്ടുണ്ട്. സൈറ്റിലെ മിസ്റ്റേക്ക് കൊണ്ട് അത് 0 ആയി കാണുന്നതാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ആദ്യത്തെ എൻട്രി സെലക്ട് ചെയ്ത് എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. സോ അതിൻ്റെ ടാൻ നമ്പറും ഡിഡക്ടർ ഫ്രം സോഴ്സ്, ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് എമൗണ്ട് കിട്ടിയ ആ ഡിഡക്ടർ അവിടെ കാണാൻ വേണ്ടി പറ്റും. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ 26AS തുറന്നു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് കിട്ടുമ്പോഴാണ് ആ 398 റുപ്പീസ് ടാക്സ് പിടിച്ചത് എന്ന് ഒരു എൻട്രി ചോദിക്കും. സോ 5,300 എന്ന എമൗണ്ട് കിട്ടുമ്പോഴായിരുന്നു 398 റുപ്പീസ് TDS ഡിഡക്റ്റ് ചെയ്തത്. സോ ആ രണ്ട് ഫീൽഡും അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ എൻട്രി, അതിലും ടാക്സ് പിടിച്ചിട്ടുണ്ട്, പക്ഷെ TDS ക്രെഡിറ്റ് ഒന്നും അപ്ഡേറ്റ് ആയി വന്നിട്ടില്ല. സോ നിങ്ങൾ കൃത്യമായിട്ട് റീഫണ്ടൊക്കെ കിട്ടണമെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്യുക. ഏത് എമൗണ്ടിനാണ് TDS പിടിച്ചത്? 7,350 എമൗണ്ടിനാണ് 552 റുപ്പീസ് ടാക്സ് പിടിച്ച് ക്രെഡിറ്റ് ചെയ്തത് എന്ന അപ്ഡേഷൻ കൂടി ഇവിടെ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും TDS ഫ്രം ഇൻകം അതർ ദാൻ സാലറി 950 റുപ്പീസായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടോട്ടൽ 22,950 റുപ്പീസ് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. സോ ടാക്സ് പെയ്ഡും കൺഫേം ചെയ്ത് വയ്ക്കുക. സോ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി, കഴിഞ്ഞ വർഷം ആക്ച്വലി നിങ്ങൾ എത്ര ടാക്സ് ആണ് അടക്കേണ്ടത് എന്നൊരു എമൗണ്ട് ആണ് ഇവിടെ കാണുന്നത്. ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് 23,000 സംതിങ്. നമ്മൾ ഓൾറെഡി പെയ്ഡ് ചെയ്തത് 22,950 ആണ്. സോ ആക്ച്വൽ ടാക്സ് 23,165 ആണ്. സോ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് ടു ബി പെയ്ഡ് ആസ് ടാക്സ് അത് കാണിക്കും. ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് 220 റുപ്പീസ്. സോ ആ ഒരു എമൗണ്ട് ഇത്രയും ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ പേ ചെയ്യാം. പേ നൗ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നീട് പേ ലേറ്റർ എന്ന ഓപ്ഷൻ വെച്ചിട്ട് പിന്നീടും പേ ചെയ്യാം. ബെറ്റർ ഓൺലൈൻ വഴി നിങ്ങൾ സ്പോട്ടിൽ തന്നെ പേ ചെയ്യുന്നതാണ്. ബാലൻസ് ടാക്സ് പേ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ. ഇവിടുത്തെ ഒരു കേസിൽ ഞാനിപ്പോൾ എമൗണ്ട് പേ ചെയ്യുന്നില്ല. പകരം ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ തവണത്തെ സാലറി TDS എമൗണ്ട് 22,000 പകരം 23,165 എന്ന രീതിയിൽ ഒന്ന് റീ എഡിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ടാക്സ് പിടിച്ചത് ഒരു എക്സസ് എമൗണ്ടായി കാണിക്കും. അത് നമുക്ക് റീഫണ്ട് ചെയ്ത് എങ്ങനെ എടുക്കാം എന്ന് ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി സാലറിയിൽ നിന്നും TDS പിടിച്ചത് ആ ഒരു എൻട്രി ഞാനിവിടെ എഡിറ്റ് ചെയ്യുകയാണ്.
സാലറി സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അവിടെ 5,48,870 റുപ്പീസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 23,165. ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ടാക്സ് ആകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 22,000 പകരം 23,165 എന്ന ഒരു എമൗണ്ടാണ് ടാക്സ് പിടിച്ചത് എന്ന രീതിയിൽ ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 23,165. അതേപോലെ അതർ സോഴ്സിൽ നിന്നും 950 റുപ്പീസ് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 24,115. So tax paid is 24,115. Actual tax needed is 23,165. So നിങ്ങൾക്ക് തീർച്ചയായും 950 റുപ്പീസ് റീഫണ്ട് ഉണ്ടാകും. ഓക്കെ, മെജോറിറ്റി ഓഫ് കേസും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ശരി, ഇതൊന്ന് നിങ്ങളുടെ റിട്ടേൺ, ഇത് റിട്ടേണിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അത് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്യുക. പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡിക്ലറേഷൻ ചോദിക്കും. ആ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. ദെൻ ഈ റിട്ടേൺ ആരാണ് സബ്മിറ്റ് ചെയ്യുന്നത്? സെൽഫാണെങ്കിൽ സെൽഫ് കൊടുക്കുക. അവിടെ നിങ്ങളൊരു വേറൊരു പേഴ്സണെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഐഡൻറ്റിറ്റീസ് അവിടെ കൊടുക്കുക. ദെൻ പ്രൊസീഡ് ചെയ്യുക. സോ നിങ്ങളുടെ കംപ്ലീറ്റ് ടാക്സ് ഫയലിങ്ങിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഇത് എൻ്റെ ടാക്സ് ഫയലിംഗ് നിങ്ങൾ എന്ത് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീഡ് ടു വാലിഡേഷൻ എന്ന ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി പ്രൊസീഡ് ടു വാലിഡേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ എൻ്റർ വാലിഡേഷൻ സക്സസ്ഫുൾ, ITR 1ൻ്റെ എൻ്റർ വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഈ ഫയലിംഗ് സ്റ്റോപ്പ് ചെയ്യാം, വെരിഫിക്കേഷൻ പിന്നീട് ചെയ്യാം. സോ ഈ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ വെരിഫൈ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ വെരിഫിക്കേഷൻ കൂടി നടക്കും. ബെറ്റർ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വെരിഫൈ ലേറ്റർ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഈ ഫയലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആകും. ഈ വെരിഫൈ ഓപ്ഷൻ പിന്നീട് ചെയ്യാവുന്നതാണ്. സോ ബെറ്റർ ഓൾ ഓഫ് യു ക്ലിക്ക് ഈ വെരിഫൈ ലെറ്റർ. സോ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ വേണ്ടി പറ്റും, ഫയലിംഗ് സക്സസ് ആണ്, ഈ വെരിഫൈ വിത്തിൻ 120 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജ് കാണും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗൗട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ വെരിഫിക്കേഷൻ സ്പോട്ടിൽ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് വരിക. ഈ വെരിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡിലെ ഇ ഫയൽ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് എന്ന സബ് മെനു എടുത്തിട്ട് ഈ വെരിഫൈ റിട്ടേൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ വരുന്ന ഫോമിൽ ITR 1 എന്ന ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഈ രീതിയിൽ ഈ വെരിഫൈ സക്സസ് ആവുന്നില്ല എങ്കിൽ മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതിനുവേണ്ടി അക്നോളജ്മെൻറ്റ് നമ്പർ കൂടി നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഈ വെരിഫൈ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷൻ 3-4 മെത്തേഡിൽ ചെയ്യാം. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആധാറുമായി ഒരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി OTP ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വെരിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ആ മെത്തേഡൊക്കെ നോക്കാം. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആധാർ വഴി ആണ്. സോ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആധാർ OTP ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരും. അത് ജസ്റ്റ് ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഈ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ഈ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന ഈ മെസ്സേജ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ അക്നോളജ്മെൻറ്റും അതും ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കംപ്ലീറ്റ് വർക്കിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി ഗോ ടു ഡാഷ്ബോർഡ് എന്ന ഈ ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യം കണ്ട ഫോം ഡാഷ്ബോർഡിലേക്ക് പോകുന്നതാണ്. ഡാഷ്ബോർഡിൽ ഇ ഫയൽ എന്ന ഓപ്ഷനിൽ ഇൻകം ടാക്സ് ഫോംസ് എന്ന സബ് മെനുവിൽ വ്യൂ ഫയൽഡ് റിട്ടേൺസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾ ITR ഫയൽ ചെയ്തത്, എന്നാണ് ഈ വെരിഫൈ ചെയ്തത്, അതുപോലെ ഫർദർ
നിങ്ങളുടെ ഇ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ റീഫണ്ട് ഉണ്ടാകും, എന്നാണ് നിങ്ങളുടെ റീഫണ്ട് ലഭ്യമായത് എന്നീ ഡീറ്റെയിൽസ് പീരിയോഡിക്കലി കാണിച്ചിട്ടുണ്ടാകും ഈ കാണുന്ന രീതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള റിട്ടേൺ ഫോംസ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുവാനും ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ഫെസിലിറ്റി ഉണ്ട്. സോ ഫ്രണ്ട്സ്, എല്ലാവരും ഈ ഫയലിംഗ് സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കുക. Is there any doubt? Just ask in comment box. So bye.